ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെബിലൈസിംഗ് ആണ്. നമ്മൾ പ്രീമിയറിൽ വാർപ്പ് സ്റ്റെബിലൈസറൊക്കെ യൂസ് ചെയ്തതാണ്. ഇവിടെയും വാർപ്പ് സ്റ്റെബിലൈസിംഗ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ചില കേസസിൽ നമുക്ക് വാർപ്പ് സ്റ്റെബിലൈസർ വളരെ നല്ലൊരു റിസൾട്ട് തരില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ആണ് ട്രാക്ക് സ്റ്റെബിലൈസിംഗ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെന്റിനെ ട്രാക്ക് ചെയ്ത് ആ ട്രാക്കിംഗ് ഡാറ്റ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യും. അത് പലയിടത്തും പല എഫക്റ്റൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വിഷ്വൽ എടുത്തിട്ടുണ്ട്. ബീച്ചിലൂടെ കുതിര ഓടിക്കുന്ന പോലത്തെ ഒരു വിഷ്വലാണത്. അത്ര വലിയ ഷേക്കും കാര്യങ്ങളുള്ള ഒരു വിഷ്വൽ അല്ല ഇത്. എന്നിരുന്നാലും ചില ഏരിയാസിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആ മോഷൻ കുറച്ചും കൂടി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വിഷ്വലിലെ ഈ ഒരു ക്യാരക്ടറിന്റെ ഹെഡ് ഞാൻ ട്രാക്ക് ചെയ്തിട്ട് ക്യാമറ മൂവ്മെന്റ് അതിനനുസരിച്ച് മാറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ക്യാരക്ടർ ഒരു പോയിന്റിൽ തന്നെ സ്റ്റേബിൾ അല്ല. ഈ ക്യാരക്ടറിന്റെ ഹെഡ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ഹെഡ് ഒരു പോയിന്റിലല്ല, അത് സ്ക്രീനിൽ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാനായിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഒരു ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കണ്ടോ, ആ ഹെഡ് പല സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നത്, ആ ബോക്സിലല്ല. നമുക്കിപ്പോൾ വേണ്ടത് നമ്മുടെ ക്യാമറ ആ ഹെഡിനൊപ്പം മാച്ചിങ് ആയിട്ട് മൂവ് ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് മൂവ് ആവുന്നതിനനുസരിച്ച് തന്നെ ക്യാമറയും മൂവ് ചെയ്യണം. നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്ത സമയത്ത് അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഷേപ്പ് ലെയർ ഒന്ന് ഹൈഡ് ചെയ്യാണ്. നമുക്ക് ഈ വിഷ്വലിലെ ഈ ഹെഡ് ഒന്ന് ട്രാക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ആ വിഷ്വൽ സെലക്ട് ചെയ്ത് ട്രാക്കിന്റെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെബിലൈസ് മോഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് നോർമലി ഒരു ട്രാക്ക് പോയിന്റും കാര്യങ്ങളെല്ലാം കിട്ടും. ജസ്റ്റ് ആ ട്രാക്ക് പോയിന്റ് എടുക്കുക, നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ കണ്ണിന്റെ ഒരു ഡാർക്ക് പോയിന്റ് ആണ് വെക്കാൻ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരു വിഷ്വലിന്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്വലിൽ ഈ ഹെഡ് പലതവണ റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പോർഷനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു പോകുന്ന ഹെഡ് റൊട്ടേറ്റ് ആയി മാറി പോകുന്നുണ്ടോ? അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ആ കറക്റ്റ് ഒരു എക്സാക്ട് ട്രാക്ക് പോയിന്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പോയിന്റ് എടുക്കാതെ ഈ ഒരു ഹെഡ് ആയിട്ടാണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ട്രാക്കറിന്റെ സൈസും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വലുതാക്കും തോറും കൂടുതൽ ടൈം പ്രോസസ് ചെയ്യാനായിട്ട് എടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഈ സെർച്ച് ഏരിയ വലുതാക്കി വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തു. ഒന്ന് സൂം ഔട്ട് ചെയ്യാം. നമുക്കിതൊന്ന് ട്രാക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു 4ാമത്തെ ഫ്രെയിമിൽ ട്രാക്കിംഗ് കട്ടായിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഓപ്ഷൻസിൽ ഇവിടെ സ്റ്റോപ്പ് ട്രാക്കിംഗ് എന്നൊരു ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിന്റെ കളർ വാല്യൂ കാര്യങ്ങളെല്ലാം ചേഞ്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രാക്ക് പോയിന്റ് ഓട്ടോമാറ്റിക്കലി ആ പോയിന്റിൽ നിന്ന് മാറിപ്പോവാനും നമ്മൾ ട്രാക്കിംഗ് അത്ര നല്ലൊരു റിസൾട്ടിലേക്ക് വരാതിരിക്കാനും സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മാനുവലി ഓരോ പോയിന്റും കാര്യങ്ങളും ഇരുന്ന് മാച്ച് ചെയ്യേണ്ടി വരും. നമ്മൾ ടോട്ടൽ ട്രാക്കിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരാം. ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു സെറ്റിംഗ് വരുന്നത് അഡാപ്റ്റ് ഫീച്ചറിലായിരിക്കും. നിങ്ങൾ ഇത് സ്റ്റോപ്പ് ട്രാക്കിംഗിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോയിന്റിൽ വെച്ചാണോ ട്രാക്കിംഗ് നഷ്ടമാവുന്നത് ആ പോയിന്റിൽ വെച്ച് ട്രാക്കിംഗ് സ്റ്റോപ്പ് ആവുകയും നിങ്ങൾക്ക് മാനുവലി അത് ചേഞ്ച് ചെയ്യുകയും ട്രാക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ആ ട്രാക്ക് പോയിന്റ് നമുക്ക് വേണ്ട പോയിന്റിലേക്ക് എടുത്തു വെച്ചു. ഇനി ട്രാക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് മാനുവലി കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നമ്മൾ ട്രാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ട്രാക്കിംഗ് ഡാറ്റ. ഇനി ഈ ട്രാക്കിംഗ് ഡാറ്റ നമുക്ക് വിഷ്വലിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ സിംഗിൾ പോയിന്റ് ട്രാക്ക് ചെയ്യുന്ന ക്ലാസ്സിലൊക്കെ ഒരു നൾ ഒബ്ജക്റ്റിലേക്കായിരുന്നു ഇതിന്റെ ഡാറ്റ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു വിഷ്വലിൽ നമ്മൾ അങ്ങനെയല്ല. ഈ ഒരു വിഷ്വലിന്റെ ട്രാക്കിംഗ് ഡാറ്റ നമ്മൾ ഈ വിഷ്വലിലേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ വിഷ്വൽ അനിമേറ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഈ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വിഷ്വൽ കുറച്ചൊന്ന് സൂമായി. പക്ഷെ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ആ ഒരു ഹെഡ് ആ ഒരു പോയിന്റിൽ തന്നെ ഇരിക്കുന്നത് കാണാം. ഞാൻ ജസ്റ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഷേപ്പ് വീണ്ടും വെക്കുകയാണ്. അതിനുശേഷം ആ ഒരു ഷേപ്പ് കുറച്ചൊന്ന് മൂവ് ചെയ്യാണ് കറക്റ്റ് ആ ഹെഡിന്റെ ലൊക്കേഷനിലേക്ക്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ഹെഡ് ആ ഒരു പോയിന്റിൽ നിന്ന് മാറുന്നില്ല. വിഷ്വല് ഒരു എഫക്റ്റിന്റെ രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് പല വിഷ്വൽസിൽ പല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വിഷ്വല്
ഒരു 4K വിഷ്വലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്വലിന്റെ സൈസ് വളരെ വലുതാണ്. കണ്ടോ, ഏകദേശം ഇത്ര വലുപ്പമുള്ള ഒരു വിഷ്വലാണിത്. അതുകൊണ്ട് തന്നെ ഇത് സൂം ആയപ്പോൾ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾക്കൊന്നും വലിയ ലോസ് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്ന ഒരു വിഷ്വൽ 1080p ആകുമ്പോൾ അത് ഇതുപോലെ സ്കെയിൽ ആയി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ക്വാളിറ്റി ലോസും കാര്യങ്ങളെല്ലാം വരും. നിങ്ങൾ ഇത് എഫക്റ്റ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോങ് ഷോട്ട് ആയിട്ട് എടുക്കുക. പ്ലസ് നിങ്ങൾ ഇതിന്റെ റെസൊല്യൂഷൻ മാക്സിമം ഇടുക. 4K 5K നിങ്ങൾക്ക് എത്രയാണോ മാക്സിമം വരുന്ന അത്ര ഇടുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഷോട്ട് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മിഡ് ക്ലോസപ്പ് ഷോട്ടാണ് സ്റ്റെബിലൈസ് ചെയ്ത് വേണ്ടതെന്ന് വിചാരിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലോങ് ഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് ഒരു ലോങ് ഷോട്ടാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെരി ലോങ് ഷോട്ട് എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഈ വിഷ്വൽ ഒന്ന് സ്കെയിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഈ വിഷ്വൽ ഒന്ന് സ്കെയിൽ ചെയ്യാണ്. ഷേപ്പ് ലെയർ ഓഫ് ചെയ്തു. ഓക്കെ, ഇതിപ്പോ ഒരു 4K ഫുട്ടേജ് ആയതുകൊണ്ടും വെരി ലോങ് ഷോട്ടിൽ എടുത്തിരിക്കുന്നതുകൊണ്ടും നമുക്ക് സ്കെയിൽ ചെയ്തപ്പോൾ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയുള്ളൊരു വിഷ്വലിനെയാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തെടുത്തത്. ഇതിപ്പോ ഞാൻ നോർമൽ രീതിയിൽ ഇട്ടിട്ട് ട്രൈ ചെയ്ത് കാണിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ വിഷ്വല് കട്ടായി പോകുന്നുണ്ടോ? ആ ഒരു വിഷ്വല് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു ഒറ്റ പോയിന്റിൽ തന്നെ നിലനിർത്താൻ വേണ്ടി വിഷ്വല് എൻ്റയർലി മൂവ് ആവുകയാണ്. ഇങ്ങനെയാണ് ഈ ട്രാക്കിംഗ് വർക്ക് ചെയ്യുന്നത്. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ കട്ട് അറിയാതിരിക്കാൻ വേണ്ടി ഇത് സ്കെയിൽ ചെയ്യുന്നത്. സ്കെയിൽ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഷോട്ടിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ